നമസ്കാരം. നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ വിജയം, അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമ്പോൾ CPM യുവ നേതാക്കൾ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ കെട്ടി പണിതുണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു നീല ട്രോളി ബാഗും കള്ളപ്പണവും. ആയതിൻ്റെ പേരിൽ CPMൻ്റെ യുവ നേതാക്കൾ വാസിഫും റഹീമും സനോജും ഒക്കെ അടങ്ങുന്നവർ കാട്ടിക്കൂട്ടിയ വിക്രയകൾ കണ്ടതാണ്. അതായത് ഇതിലൂടെ CPM പാർട്ടിയും ഈ സർക്കാരും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റിരിക്കുന്നു. അതായത് പാലക്കാട് അന്ന് രാത്രിയിൽ എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് കേരള ജനത ഉടനെ ഒന്നും അടുത്തങ്ങ് മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഭരണം തീരാൻ വെറും 13 മാസം മാത്രമുള്ള പിണറായി സർക്കാരിൻ്റെ മുന്നിൽ പോലീസ് ഇതാ കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുന്നു. പോലീസ് ഇത് പാലക്കാട്ടത്തെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭരണം ഇനി തീരാൻ 13 മാസം കൂടി മാത്രമുള്ളപ്പോൾ പോലീസ് സേനയ്ക്ക് തന്നെ മതിയായിരിക്കുന്നു പിണറായിയും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പറയുന്ന ഇത്തരം ആനമണ്ടത്തരങ്ങൾ ചെയ്ത് അതായത് പല അന്വേഷണങ്ങളും ഇനി എങ്ങും എത്തില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഒരു സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ, ഭരണത്തിൻ്റെ അവസാന മാസങ്ങളൊക്കെ ആകാറായി വരുമ്പോൾ പോലീസ് സേന ഇത്തരത്തിൽ ചുവട് മാറ്റി തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ അനുഭവമാണ് കഴിഞ്ഞ കുറേയധികം സർക്കാരുകളുടെ. ഏതായാലും പിണറായി സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന, പോലീസിൻ്റെ സ്ഥലം മാറ്റം മുതൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പി ശശി എന്ന രാഷ്ട്രീയ ചാണക്യനെന്ന് CPMും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്ന ശശിയുടെ പല തീരുമാനങ്ങളും ഇതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പരാജയമായിരുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീല പെട്ടി വിവാദം ഐസ് പോലെ ഉരുകി തീർന്നിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ വിടാതെ പിന്തുടരുന്നത് അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് പാലക്കാട്ടത്തെ സമൂഹത്തിന് നിങ്ങളുടെ കൂടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട പിണറായി സാർ, താങ്കൾ മുഖ്യമന്ത്രി ആയി 2ാമത് ടേമിൽ വന്നു കഴിഞ്ഞ് കേവലം ഒരു KSU നേതാവ് മാത്രമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങളടങ്ങുന്ന, നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടങ്ങുന്ന നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ പാർട്ടിയും കൂടെ ആ ചെറുപ്പക്കാരനെ ഇന്ന് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ MLA ആക്കിയിട്ടും നിങ്ങളുടെ ആ ചെറുപ്പക്കാരനോടുള്ള വൈരാഗ്യം തീരുന്നില്ലേ എന്നാണ് ഇവിടെ ചോദ്യമുണ്ടാകുന്നത്. ഏതായാലും കണ്ണൂര് നവീൻ ബാബുവിൻ്റെ മരണം, നവീൻ കെ ബാബു എന്ന ADMൻ്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ പോലീസിനൊരു വലിയ പങ്കുണ്ടെന്ന് സോഷ്യൽ മീഡിയ വഴി എല്ലാ ജനങ്ങളും, കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. കണ്ണൂര് പോലീസ് CPMൻ്റെ വെറും കൂലിപ്പട്ടാളമാണെന്നും ഈ കൂലിപ്പട്ടാളമാണ് SIT എന്ന് പറഞ്ഞുകൊണ്ട്, ഈ കൂലിപ്പട്ടാളത്തെയാണ് SIT എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ചാണക്യൻ എന്ന് പറയുന്ന പി ശശി രൂപപ്പെടുത്തിയെടുത്ത സംഘം, ഈ സംഘാംഗങ്ങളിൽ ഒരു DYSP പോലുമില്ല, കളക്ടറെ ചോദ്യം ചെയ്യാൻ യോഗ്യതയുള്ള ഒരു പോലീസുകാരൻ പോലുമില്ല. അതിലൊക്കെയും ഉള്ളത് തട്ടിപ്പുകാരന്മാരും ഇവരുടെ വീട്ടിൽ നിന്ന് ഉരുള വാങ്ങി കഴിക്കുന്നവരും CPMൻ്റെ നേതാക്കളുടെ വെറും പിടിയാടുകളാണെന്നും ഒക്കെയുള്ള കാര്യം ജനത്തിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പോലീസിലെ കറപ്ഷനില്ലാത്ത ഉദ്യോഗസ്ഥർ ഇതിൽ വളരെ ദുഃഖിതരാണ്. ഇതിൽ പോലീസ് സേനയിൽ നിന്ന് റിട്ടയർ ആയിപ്പോയ പല ഉദ്യോഗസ്ഥരും നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്നത്തെ പോലീസ് സേനയുടെ പോക്കിൽ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഉണ്ടായിരുന്ന നിഷ്പക്ഷത നഷ്ടമായി എന്ന് അവരൊക്കെ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം തുടങ്ങി നവീൻ കെ ബാബുവിൻ്റെ മരണത്തിൽ എന്തൊക്കെ വിക്രിയകൾ ഇനി കുറ്റപത്രത്തിൽ കൊടുക്കുമ്പോൾ ഈ കേരളത്തിലെ പോലീസ്, പ്രത്യേകിച്ച് കണ്ണൂർ പോലീസ്, CPMൻ്റെ പോലീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം പറഞ്ഞു വരുന്നത് CPMന് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസിലെ ഒരു വിഭാഗത്തെ ഓർത്ത്
കറപ്ഷൻ ഇല്ലാത്ത പോലീസുകാർ ഇതിൽ വളരെ ദുഃഖിതരാണ്. ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മരക്കൊന്തൻ ഫോണിൽ കൂടെ ഇതാ ട്രോളി ബാഗിൽ നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു, അയാൾക്ക് വ്യാജ കാർഡ് ഉണ്ടാക്കി കൊടുത്തെന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിയ ആ ചെറുപ്പക്കാരൻ ഇതാ പെട്ടിയും കൊണ്ടുവരുന്നു. നിങ്ങൾ ഉടുത്ത തുണി ഉടുക്കാതെ ഓടി വന്നുകൊള്ളൂ. അവന്മാർ ഇതാ 2 വനിതാ MLA-മാരുടെ മുറിക്കകത്ത് ഇത് കൊണ്ടുവച്ചിരിക്കുന്നു. കാളപെറ്റു, കയറെടുത്തു, പോലീസുകാർ എത്തി ഹോട്ടൽ മുറിയിൽ ഇളിഹ്യരായി മടങ്ങേണ്ടി വന്നു. തെളിവുകൾ ഒന്നും കിട്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് 18,000-ലധികം വോട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എണ്ണത്തിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, വളരെ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ മേൽ പാലക്കാട് ജനങ്ങൾക്ക് വീണ്ടും വിശ്വാസം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട പിണറായി സാർ, അങ്ങയുടെ പോലീസും. ഏതായാലും നമുക്കിവിടെ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു. പാലക്കാടുകാർക്ക് അദ്ദേഹം വളരെ വീണ്ടും പ്രിയപ്പെട്ടവനായി. CPM എന്ന് പറയുന്ന പാർട്ടി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ വലഞ്ഞിട്ട് അവസാനം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ പിടിച്ച് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി നാണം കെട്ട് തോറ്റ് തുന്നം പാടി കഴിഞ്ഞ ദിവസം AK സെന്ററിൽ ഷാൾ അണിയിച്ച് കയറ്റി അദ്ദേഹത്തിന് ഞങ്ങളിതാ വലിയ പദവികൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏതായാലും വാസിഫും DYFI നേതാവ് വാസിഫും സനോജും റഹീമും ഒക്കെ ചേർന്ന് ഒടുവിൽ ക്രിസ്റ്റൽ ക്ലിയർ ബാലനും AK ബാലനും പറയുമ്പോൾ തെറ്റിപ്പോകുന്നു, ക്ഷമിക്കുക, ക്രിസ്റ്റൽ ക്ലിയർ ബാലനും കൂടെ ചേർന്ന് CPM-നെ പാലക്കാട് കുളിപ്പിച്ച് ഇല്ലാതാക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു വാർത്ത കൂടെ വന്നതോടുകൂടി ഇനി ഈ പറയുന്ന പാലക്കാട്ടത്തെ എന്നല്ല CPM-ലെ MLA-മാർക്ക് രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് സഭാ സമ്മേളനത്തിന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കും? അത്ര കണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്ത്തുകളാണ് നിങ്ങളുടെ സർക്കാർ ഈ ചെറുപ്പക്കാരനോട് കാണിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു കുത്തലുണ്ടാകും. അതുകൂടി നമുക്കിവിടെ ഓർപ്പിക്കണം. ഇപ്പോൾ ഈ പറയുന്ന കെട്ടുകഥ ഉണ്ടാക്കിയ സനോജും സനോജിനോട് ചാനലുകാർ ചോദിക്കുന്നു, ഇത് എന്തായി ഇങ്ങനെ, നിങ്ങൾക്ക് എന്ത് പറ്റി? അതായത് അദ്ദേഹം പറഞ്ഞത് കള്ളനെ പിടിച്ചില്ലെന്നേ ഉള്ളൂ, കളവ് നടന്നു, ആ പെട്ടിക്കകത്ത് പണം ഉണ്ടായിരുന്നെന്ന്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏതായാലും 65,000 വോട്ടിന് സരിൻ ജയിക്കുമെന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ബാലനും വാസിഫും സനോജും ഒന്ന് മനസ്സിലാക്കണം, പഴയതുപോലെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. അമേരിക്കയിൽ നിന്ന് ആരും വന്ന് CPM-നെ ഇവിടെ തകർക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടിയെ തകർക്കാൻ നിങ്ങളൊക്കെ തന്നെ ധാരാളം മതിയാകും. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഒരു മാധ്യമ പ്രവർത്തകൻ, മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത്. എടുത്ത് തോട്ടിക്കളയാൻ കൃഷ്ണദാസേട്ടൻ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും എന്ന് പറഞ്ഞില്ല, മന്ത്രിയുടെ അളിയൻ, BJP-യുടെ ഉന്നതനായ നേതാവ്, ഈ ഒരു 3, 4, 5 പേരുടെ ഒരു കൂട്ടായ്മ. അതാണ് പിന്നീട് PK ഫിറോസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ച ആശയം, ആവിഷ്കാരം, സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു. ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികൾ പുറത്തു വരും. അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയായിരുന്നു അതിന് പിന്നിലെന്ന്. ഇപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ല, അതിപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ പ്രസാദ് എന്നോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് അത് മാറാൻ പാടില്ല. കാരണം ഇതൊരു നമുക്ക് ഇപ്പം ഓരോ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മാധ്യമപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്കും ചില എക്സ്പീരിയൻസുകൾ ആവശ്യമാണ്. ഞാൻ പ്രസാദം ചെയ്തു എന്നല്ല പറയുന്നത്, നിങ്ങൾ എന്നോടൊപ്പം ആ സമയത്തേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം. ചില ആളുകൾ ട്രാപ്പിൽ വീണുപോയതാണ്, ചില മാധ്യമ സ്ഥാപനങ്ങൾ ട്രാപ്പിൽ വീണുപോയത്. കാരണം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഇത് എയർ ചെയ്യപ്പെടുന്നു, ചില ആളുകൾ ഇത് വളരെ സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിവർത്തിയില്ല, ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നോട് ആ സമയത്ത് ഇതിനകത്തൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുണ്ട്. ഇതല്ല, ഈ ട്രാപ്പ് ഒരുക്കിയവരുണ്ട്. ഈ 2 കൂട്ടരും
നമ്മൾ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളൊരു ബോധ്യം. ട്രാപ്പിൽ വീണവരെ പറ്റി ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവർ ബോധപൂർവ്വമല്ല ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റ് അട്ടിമറിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇതാണല്ലോ പാലക്കാട്ടെ ജനങ്ങളുടെ മാൻഡേറ്റ്, ഇതായിരുന്നു, ജനഹിത ഇതായിരുന്നു. ഇത് ആ വാർത്താ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് പാലക്കാട്ടെ ജനങ്ങൾ ആ സമ്മർദ്ദത്തിൽ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അത് മറ്റൊരാൾക്കും ഇതോടുകൂടിയിട്ട് ഇതിൻ്റെ അവസാനം ഉണ്ടാകണം. അത് നിങ്ങൾ കൂടി അതിനകത്തൊരു ജാഗ്രത. ചില കാര്യങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളാൻ മാധ്യമ സുഹൃത്തുക്കൾ ഒരു നിലപാടെടുക്കണം. ചില കാര്യങ്ങളെ